പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. 1 യോഹന്നാൻ 1:8. സ്നേഹമുള്ളവരെ, ദൈവം പ്രകാശമാണ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ തിരുവചന ഭാഗം ഇവിടെ ആരംഭിക്കുന്നത്. ദൈവം പ്രകാശമാണ്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നത്, മറ്റുള്ളവരെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാനായിട്ട്, അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം, ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വരുമ്പോഴാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നാം ക്രിസ്തുമസ് ആഘോഷിച്ചു. ആ ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്താണ്? ഏറ്റവും വലിയ സന്ദേശം, പ്രകാശമാകുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് അവതരിച്ചു, മനുഷ്യനായി അവതരിച്ചു. ബത്ലഹേമിൽ 2023 വർഷങ്ങൾക്ക് മുമ്പ് അത് സംഭവിച്ചു. അതിൻ്റെ പ്രതിഫലനം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അന്നു മുതൽ പ്രകാശത്തിൻ്റെ സമയമാണ്, കാലഘട്ടമാണ്. ദൈവം മനുഷ്യരോട് വാഗ്ദാനം ചെയ്ത രക്ഷകൻ പിറന്നപ്പോൾ ആട്ടിടയന്മാർ വലിയ പ്രകാശം കണ്ടു. ആ പ്രകാശം കണ്ട് അവർ ഭയപ്പെട്ടു. അപ്പോൾ ആട്ടിടയന്മാരോട് ദൈവദൂതൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, സകല ജനത്തിനെയും രക്ഷിക്കുവാനുള്ള ഈ ലോകത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകനാണ് ഈ ഭൂമിയിലേക്ക് പിറന്നത്, മനുഷ്യനായി പിറന്നത്. അതിൻ്റെ ആഘോഷങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല എന്ന് യോഹന്നാൻ ശ്ലീഹായിലൂടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ ദൈവം മനുഷ്യനായി പിറന്നത്, ആ ദൈവത്തിൻ്റെ രക്തം, ആ തിരുരക്തം, ആ നിഷ്കളങ്ക രക്തം നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി മാറുവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് തിരുസഭയിൽ ആഘോഷിക്കുന്നത്, ഓർമ്മിക്കുന്നത് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളായിട്ടാണ്. കുഞ്ഞിപ്പൈതങ്ങൾ ആരാണെന്ന് നമുക്കറിയാം. ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ച ഹെറോദോസ് കൽപ്പന പ്രകാരം ആ സമയത്തുണ്ടായിരുന്ന സകലരെയും, 2 വയസ്സിൽ താഴെയുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കി. അങ്ങനെ അവർ അറിയാതെ, അവർ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും അവർ രക്തസാക്ഷികളായി, അവർ കൊല്ലപ്പെട്ടു. അവർ അങ്ങനെ ദൈവത്തിന് സാക്ഷികളായിട്ട് മാറി. ആദ്യത്തെ രക്തസാക്ഷികളായിട്ട് തിരുസഭയിൽ കരുതപ്പെടുന്നത് അവരെയാണ്. സ്നേഹമുള്ളവരെ, നിഷ്കളങ്കരായ അവരുടെ രക്തം
ദൈവപുത്രൻ്റെ രക്തത്തോട് കൂടി ചേരുകയാണ്. ദൈവത്തോട് ചേർന്ന് സഹിക്കുന്നവരെല്ലാവരും ആ ദൈവത്തിൻ്റെ ആ സഹനത്തിൽ പങ്കുചേരുകയാണ് എന്നുള്ള സത്യം നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മെ പൂർണ്ണമായിട്ട് കാണുവാൻ, നമ്മുടെ കുറവുകളെ കാണുവാൻ, ബലഹീനതകളെ കാണുവാൻ, നമ്മളുള്ള അന്ധകാര ശക്തികളെ, അന്ധകാര പ്രവണതകളെ ഒക്കെ കാണുവാൻ, അതൊക്കെ ബഹിഷ്കരിക്കുവാൻ, അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും നിത്യപ്രകാശമായിട്ടുള്ള ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, മഹത്വപൂർണമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം, പ്രകാശമായ ദൈവം നമ്മിലേക്ക് കടന്നു വന്നത്, ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. ആ ദൈവം നൽകുന്ന പ്രകാശത്താൽ നമ്മെ തന്നെ കാണുവാൻ, നമ്മെ തന്നെ വിശദീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.